ബംഗ്ലാദേശിലെ പൊതുതെരഞ്ഞെടുപ്പ് ഇന്ത്യക്കും ഏറെ നിർണായകമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ബംഗ്ലാദേശിലുണ്ടായ ആഭ്യന്തര കലാപം നമുക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകേണ്ടിയും വന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമവും വർദ്ധിച്ചതോടെ കഴിഞ്ഞ 18 മാസത്തോളമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകർന്ന നിലയിലായിരുന്നു. T20 ലോകകപ്പിൽ നിന്നുള്ള ബംഗ്ലാദേശിന്റെ പിന്മാറ്റം വരെ അതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ബംഗ്ലാദേശിലെ BNPയുടെ ജയം മാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രഖ്യാപിക്കപ്പെട്ട 297-ൽ 212 സീറ്റും നേടിയാണ് താരിഖ് റഹ്മാന്റെ BNP ഭരണം പിടിച്ചിരിക്കുന്നത്. പരാജയപ്പെടുത്തിയത് തീവ്ര മുസ്ലിം പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയെ. ജമാഅത്തെ ഇസ്ലാമിക്ക് 77 സീറ്റ് നേടാനേയായുള്ളൂ. 20 വർഷത്തിന് ശേഷമാണ് BNP ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ധാക്ക മണ്ഡലത്തിൽ നിന്ന് BNPയുടെ ഹിന്ദു നേതാവ് ഗായേശ്വർ ചന്ദ്ര റോയ് വൻ വിജയം നേടിയത് ശ്രദ്ധേയമാണ്. BNPയുടെ വിജയം രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് വലിയ ആശ്വാസവും പകരുന്നുണ്ട്. BNP നേതാവായ ഖാലിദാസിയയുടെ കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അത്ര മികച്ച നിലയിലായിരുന്നില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ BNP ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ ജനാധിപത്യപരമായ സമീപനം BNPയിൽ നിന്നുണ്ടാകുമെന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. സാംസ്കാരികമായും ചരിത്രപരമായും അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണെന്നും ഇരു രാജ്യങ്ങളിലെയും സമാധാനത്തിനും വികസനത്തിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അറിയിച്ചു.